ഹലോ ഡിയർ, അപ്പോൾ ഇവിടെ നമ്മുടെ 5th ചാപ്റ്റർ ഇറാഷണൽ മൾട്ടിപ്ലിക്കേഷൻ അല്ലേ? ഓക്കെ, അപ്പോൾ ഇവിടെ വരുന്നത് നമ്മുടെ എല്ലാ നമ്പേഴ്സിനെ കുറിച്ചൊക്കെ നമ്മുടെ 2nd ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? നാച്ചുറൽ നമ്പർ, ഹോൾ നമ്പർ, റാഷണൽ നമ്പർ, ഇറാഷണൽ നമ്പേഴ്സൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഭജ്യസംഖ്യകളൊക്കെ. ഓക്കെ, ഇവിടെ നമ്മൾ പറയുന്നത് ആ ന്യൂ നമ്പേഴ്സ് നമ്മൾ 2nd ചാപ്റ്ററിൽ പഠിച്ചിട്ടുള്ള റൂട്ടുകൾ അല്ലേ? റൂട്ട് 2, റൂട്ട് 3 എന്ന് പറയുന്ന അഭാജ്യ സംഖ്യകളുണ്ടല്ലോ, ഇറാഷണൽ നമ്പേഴ്സ്, അതിൻ്റെ കുറച്ച് പ്രത്യേകതകളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതായത് ഇവിടെ നമുക്ക് മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും ഒക്കെ നമുക്ക് പഠിക്കണം. ഇതിനായിട്ട് മിസ് ചോദിക്കട്ടെ, ഇവിടെ നോക്കിക്കേ, റൂട്ട് 5 പ്ലസ് റൂട്ട് 5 സിമ്പിളായിട്ട് നമുക്കറിയാം അല്ലേ? നമ്മൾ പഠിച്ചൊരു സംഭവമാണ്. അതായത് എക്സ് പ്ലസ് എക്സ് നമുക്കറിയാം 2x ആണെന്നുള്ളത് അല്ലേ? എക്സ് പ്ലസ് എക്സ് 2x. അതുപോലെ റൂട്ട് 5 പ്ലസ് റൂട്ട് 5 എന്താ? 2 റൂട്ട് 5. സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും അല്ലേ? ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ ഏതൊരു സംഖ്യ ആണെങ്കിലും നമ്മൾ ജനറൽ ഫോമിൽ എക്സ് പ്ലസ് എക്സ് എന്ന് പറയുന്നത് എക്സ് പ്ലസ് എക്സ് 2x ആണെന്ന് നമുക്കറിയാം. അപ്പോൾ റൂട്ട് 5 പ്ലസ് റൂട്ട് 5 2 റൂട്ട് 5 അല്ലേ? ഓക്കെയാണ്. യെസ്. പക്ഷേ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ വരുന്ന സമയത്ത് നമുക്കറിയാം എന്താണ് വരിക? എക്സ് ഇൻറ്റു എക്സ് അല്ലേ? നമുക്കറിയാം, എല്ലാവർക്കും അറിയാം എക്സ് സ്ക്വയർ ആണ്. അതുപോലെ തന്നെ റൂട്ട് 5 ഇൻറ്റു റൂട്ട് 5 വരുമ്പോൾ എന്താ വരിക? അതിൻ്റെ സ്ക്വയറാണ് അല്ലേ? റൂട്ട് 5ൻ്റെ സ്ക്വയറാണ് വരിക. അതല്ലെങ്കിൽ അതിന് വേറൊരു തരത്തിൽ എഴുതാം. എന്താണ്? റൂട്ട് ഓഫ് 5 ഇൻറ്റു 5. അതായത് റൂട്ട് മൾട്ടിപ്ലിക്കേഷൻ ആകുമ്പോൾ അതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് അതിനെ ചെയ്യാൻ പറ്റും. അതായത് 5 ഇൻറ്റു 5 കണ്ടോ? അതായത് റൂട്ട് 25 ഈക്വൽ ടു എന്താ വരിക? റൂട്ട് 25 5 തന്നെയാണ്. അതായത് റൂട്ട് 5ൻ്റെ സ്ക്വയർ നമുക്കറിയാം അല്ലേ? ഈ റൂട്ടും സ്ക്വയറും കൂടെ ഒരുമിച്ച് വന്നാൽ അത് കട്ടായി പോകും, ബാക്കി നമ്പർ മാത്രമേ ഉണ്ടാവുള്ളൂ 5. യെസ്. അതിന് വേറൊരു തരത്തിൽ മിസ് എഴുതി റൂട്ട് ഓഫ് 5 ഇൻറ്റു 5, അതിന് 5 എന്ന് കിട്ടി. ഓക്കെ, ക്ലിയർ ആണ്. അപ്പോൾ അതൊരു പൊതു സംഭവമാണ്. അതായത് ഇതിപ്പോൾ രണ്ടും ഒരേ നമ്പർ ആയത് കാരണം നമുക്കിങ്ങനെ സിമ്പിളായിട്ട് പറയാം. ഇനി അത് ഒരേ നമ്പർ അല്ല എങ്കിലും നമുക്ക് ഇതേപോലെ റൂട്ടിൻ്റെ ഉള്ളിലാക്കിയിട്ട് ആ നമ്പേഴ്സിനെ എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ഇവിടെ നോക്കിക്കേ, റൂട്ട് ഓഫ്, അതിനൊരു ജനറൽ ഫോം ഉണ്ട്. അതാണ് റൂട്ട് എക്സ് ഇൻറ്റു റൂട്ട് വൈ എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് എക്സ് വൈ ആണ്. ഓക്കെ, അതായത് റൂട്ട് 2 ഇൻറ്റു റൂട്ട് 3. അതായത് ഈ റൂട്ടിന് മൊത്തം, അതായത് റൂട്ട് കോമൺ ആണ് അവിടെ. അപ്പോൾ ആ റൂട്ടിനെ നമുക്ക് വലുതായിട്ട് എഴുതാം, അതിൻ്റെ ഉള്ളിൽ ഈ നമ്പേഴ്സിനെ മൾട്ടിപ്പിൾ ചെയ്താൽ മതി സിമ്പിളായിട്ട്. അപ്പോൾ റൂട്ട് ഓഫ് 2 ഇൻറ്റു 3 റൂട്ട് 6 എന്ന് നമുക്ക് കിട്ടി. ഓക്കെ, ക്ലിയർ ആണ്. അപ്പോൾ റൂട്ട് 3 ഇൻറ്റു റൂട്ട് 5 ആണെങ്കിലോ റൂട്ട് ഓഫ് 3 ഇൻറ്റു 5 റൂട്ട് 15. അപ്പോൾ അതിന് നമ്മൾ ജനറൽ ഫോം എന്ന് പറയുന്നത് ഇതാണ്. ഏതൊരു റൂട്ട് എക്സ് വൈ എന്ന ഒരു 2 നമ്പേഴ്സ് സംഖ്യകളെടുത്താൽ റൂട്ട് എക്സ് ഇൻറ്റു റൂട്ട് വൈ എന്ന് പറയുന്നത് റൂട്ട് ഓഫ് എക്സ് വൈ ആണ്. ഓക്കെ.